ജീവിക്കുന്ന കേരളത്തിൽ ഒരു വിദ്യാർത്ഥിക്കും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കാൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ അനുവദിക്കില്ല. സർക്കാർ ഈ വിഷയത്തിൽ തുടർന്നും ജാഗ്രത പുലർത്തും. ഇത്തരം വളരെ സങ്കീർണമായ വിഷയങ്ങൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ കൈകാര്യം ചെയ്യുന്നത്. ഒരു സ്കൂൾ വിദ്യാഭ്യാസ ഓഫീസർ റിപ്പോർട്ട് നൽകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് മന്ത്രി ഒരു പ്രസ്താവന ഇറക്കുകയാണ്. അതിനുശേഷം രാവിലെ ആരൊക്കെ ഉപദേശിച്ചതുപോലെ വീണ്ടും തിരുത്തുകയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുട്ടിയുടെ രക്ഷകർത്താവ് പഴയ സ്റ്റാൻഡിൽ നിന്ന് മാറി ശിരോവസ്ത്രമില്ലാതെ തന്നെ കുട്ടിയെ സ്കൂളിൽ അയക്കാം എന്ന് സമ്മതിച്ചു എന്നാണ് പറയുന്നത്. അതോടുകൂടി പിന്നെ പ്രശ്നം തീർന്നല്ലോ. പ്രശ്നം തീർന്നു. പ്രശ്നം കൂടുതൽ വഷളാക്കേണ്ട കാര്യമില്ല. പ്രശ്നം ഇതുവരെ അവസാനിപ്പിക്കുക. അവസാനിപ്പിച്ച ശേഷം ഭരണഘടന പറയുന്നതനുസരിച്ചും കോടതി വിധികൾക്കനുസരിച്ചും കേരള വിദ്യാഭ്യാസ നിയമം അനുസരിച്ചും ദേശീയ വിദ്യാഭ്യാസ നിയമം അനുസരിച്ചും സ്കൂൾ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാവണം. അദ്ദേഹം പറഞ്ഞത് ഒരിക്കൽ കൂടി ശ്രീ എം ആർ അഭിലാഷ്, ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന പൗരൻ്റെ മൗലികമായ മതാചാര സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായ നടപടിയാണ് സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് ഒരു വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ടാണ് മന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ച് സമർപ്പിച്ചത്. സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിനിക്ക് മതവിശ്വാസത്തിൻ്റെ ഭാഗമായ ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ തുടർ പഠനം നടത്താൻ സ്കൂൾ അനുമതി നൽകണം. ഏതെങ്കിലും നിലനിൽക്കുന്ന കോടതി വിധിയുടെയോ നിയമത്തിൻ്റെയോ അടിസ്ഥാനത്തിലുള്ളതാണോ? അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയെ മാത്രമല്ല, ഇത് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥനെ എന്ത് ചെയ്യണം? എല്ലാരും വിളിച്ചു. വിദ്യാഭ്യാസ വകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടർ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനം ഓവർ റൂൾ ചെയ്തു. കോടതിയിലിരുന്നല്ല, തൻ്റെ അറിവുകേടിൻ്റെ 4 ഭിത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് ആ മുറിയിലിരുന്നുകൊണ്ട് ഒറ്റയ്ക്കിരുന്ന് അദ്ദേഹം ഓവർ റൂൾ ചെയ്തിട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇതുപോലെ ഉപദേശം കൊടുത്തതാണ് അദ്ദേഹം ഉറക്കെ വായിച്ചത്. അതല്ല, ഈ ഡെപ്യൂട്ടി ഡയറക്ടർ വിവരദോഷി, അവിടെ വിവരമുണ്ടെന്ന് നാം കരുതുന്ന നിരവധി ആളുകളുണ്ടല്ലോ. ഇപ്പൊ രാഷ്ട്രീയ നിയമനമാണെങ്കിൽ പോലും അതിന് യോഗ്യതയുള്ളവരെയാണ് നിയമിക്കുന്നതെന്നാണല്ലോ ഇവരെല്ലാം അവകാശപ്പെടുന്നത്. മന്ത്രി സ്കൂളിന്റെ പഠിച്ച കുട്ടി ആരെങ്കിലും ഉണ്ടോടാ നിന്റെ കൂടെ? മന്ത്രിക്ക് കാര്യശേഷി ഇല്ലെങ്കിൽ, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷി കുറവാണെങ്കിൽ അത് ഉപദേശിക്കാനാണല്ലോ ഇവരെയൊക്കെ നമ്മൾ നിയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് എന്തൊരവസ്ഥയാണ്. ഈ വക സർക്കാരിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരെ